രാഷ്ട്രീയക്കാരുടെ പൊള്ളത്തരങ്ങളുമായിട്ട് സമരസപ്പെടുക എന്ന് പറയുന്നത് വിശദീകരണം വേണ്ട ഒരു പ്രസ്താവനയാണ്. ചില സമയത്തൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും, ഒരാൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണ് എന്ന്. അപ്പോൾ നമുക്കത് ഫയലിലൊക്കെ എഴുതാം, ഫയലിൽ എന്തെഴുതിയാലും ഒരു ചുക്കും ചെയ്യാനില്ല. ഞങ്ങൾ IAS കിട്ടി ട്രെയിനിങ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് അന്നത്തെ ഡയറക്ടർ ICSകാരൻ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഫാർ ഈസിയർ ടു ഗെറ്റ് ഇൻ ടു IAS ദാൻ ടു ഗെറ്റ് ഔട്ട്. ഈ 60 കൊല്ലത്തിനിടയ്ക്ക് ആകെ 20 പേരെ പിരിച്ചു വിട്ടിട്ടുള്ളൂ കഷ്ടിച്ച്. കാരണം നിയമിക്കുന്ന രാഷ്ട്രപതിയുടെ അടുത്ത് വരെ 100 നൂലാമാല കഴിഞ്ഞ് ഫയൽ ചെന്നാലേ പിരിച്ചുവിടാനൊക്കെ ഉള്ളൂ. പിന്നെ ട്രാൻസ്ഫറൊക്കെ ചെയ്യാം, ചീഫ് സെക്രട്ടറി ആക്കണ്ടെന്ന് വെച്ചാൽ ഓംബുഡ്സ്മാൻ ആക്കാം, അവിടെ എഴുതാനും ശമ്പളം കിട്ടും. അത് സാരമില്ലെന്ന് വിചാരിച്ചാൽ നമുക്ക് അത് ഫൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചില സമയത്ത് അങ്ങനെ പൂർണ്ണമായിട്ടൊക്കാതെ വരും. ഒരു സന്ദർഭം ഞാൻ പ്രത്യേകമായി ഓർക്കുന്നുണ്ട്. ഒരു ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് വെട്ടിച്ച് വിട്ടിട്ട് അത് മുഖ്യമന്ത്രിയെ പറഞ്ഞ് വീഴിക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. മന്ത്രി മിടുക്കനാണ്, മുഖ്യമന്ത്രിക്ക് അത്രയും മിടുക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വകാര്യമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനൊരു ഫയൽ വരും, സൂക്ഷിച്ചോളണം, അതിൽ കുഴപ്പമാണെന്നാണ് എൻ്റെ തോന്നൽ. അതൊരു എക്സ്ട്രാ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പരിപാടി. എൻ്റെ ഒരു പൊളിറ്റിക്കൽ വീക്ഷണം അതിനകത്തുണ്ടായിരിക്കാം. പക്ഷേ AK ആൻ്റണിയെ എനിക്ക് 1970 മുതൽ പരിചയമുണ്ടായിരുന്ന ഒരാളായിരുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അടുക്കൽ എനിക്ക് പിൽക്കാലത്ത് ഞാൻ എഴുത്തിലൊക്കെ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് എന്തുമാത്രം സ്നേഹം ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിപ്പോഴും ബഹുമാനം ബാക്കിയാണ്. അപ്പോൾ ആ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഫയൽ വരും, സൂക്ഷിച്ചോളണോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നടത്തില്ല. അപ്പം അത് രാഷ്ട്രീയത്തിൻ്റെ ഉദ്യോഗസ്ഥന് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉദ്യോഗസ്ഥനൊരു പൊളിറ്റിക്കൽ ആൻറ്റന ഉണ്ടാവണം. ഗവൺമെൻറ്റിന് എംബാരസ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാനും അത് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സീനിയർ ലെവലെത്തുമ്പോൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയ അവബോധം ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയം കളിക്കണമെന്നല്ല. ഉദ്യോഗസ്ഥന് പ്രതിപക്ഷ നേതാവിന് ഫയൽ കൊണ്ട് കൊടുക്കുന്നതൊന്നും ശരിയായ നടപടിയേ അല്ല. ഉദ്യോഗസ്ഥന് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയൊന്നും നിർവഹിക്കേണ്ട ആവശ്യമില്ല. ഫയൽ എഴുതാനുള്ളൊക്കെ ഫയൽ എഴുതണം, അത്രയേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയുമ്പോൾ ഔദ്യോഗികമായി അതിനോട് പ്രതികരിക്കാം. പിന്നെ ഞാൻ ആൻ്റണിയെ കണ്ടതുപോലെ ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് അനൗദ്യോഗികമായും പ്രതികരിക്കാം. പക്ഷേ ഫയലൊന്നും പ്രതിപക്ഷ നേതാവിന് കൊണ്ട് കൊടുക്കുന്ന തരം പ്രതികരണത്തോട് ഒട്ടും യോജിക്കാനാവില്ല. അത് സിവിൽ സർവീസിനെ തന്നെ നശിപ്പിക്കുന്നതാണ്. എനിക്കൊരിക്കലും രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നിയിട്ടില്ല. അത് ഇപ്പോൾ പറയുന്നതല്ല. ഞങ്ങൾ രണ്ടുപേരും കളക്ടർമാരായിരുന്ന കാലത്ത്, ഞാൻ പാലക്കാട്ടും കൃഷ്ണകുമാർ എറണാകുളത്തും കളക്ടർമാരായിരുന്ന കാലത്ത് കൃഷ്ണകുമാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അന്തിമ തീരുമാനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുടെയാണ്, നമുക്ക് രാഷ്ട്രീയത്തിൽ പോവാം. അതിന് പരീക്ഷ എഴുതി ജയിക്കാൻ ഒക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് രാജിവെച്ചിറങ്ങാം. ഞാൻ കൃഷ്ണകുമാറിനോട് പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയാവുക, ഞാൻ ചീഫ് സെക്രട്ടറി ആയിക്കോളാം, ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല. അതിന് കാരണമുണ്ട്. ഞാൻ കോളേജിൽ രാഷ്ട്രീയം കളിച്ച ആളാണ്. കോളേജ് യൂണിയൻ ചെയർമാനായി, യൂണിവേഴ്സിറ്റി ഒരേ സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാനും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും ഒക്കെ ആയിരുന്നിട്ടുള്ള അരാഷ്ട്രീയ നേതാവായിരുന്നു. 21 വയസ്സ് മുതൽ ഞാനൊരു ബെല്ലടിച്ചാൽ ആരെങ്കിലും സാറെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകണമെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റ് മുഴുവൻ മാറ്റിയെടുക്കണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യം. രണ്ടാമത്, ഓരോരുത്തർക്കും ഓരോ ദൈവം പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് രാഷ്ട്രീയം എനിക്ക് വിധിച്ചിട്ടുള്ള പായസമോ കഷായമോ എന്തായാലും ആണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പോകണമെന്നും തോന്നിയിട്ടില്ല. അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല. നമ്മൾ വാസ്തവത്തിൽ നമ്മളുടെ ഈ ഗ്രൂപ്പിസത്തിനൊക്കെ ഒരു മര്യാദയുടെ പര്യാവരണമുണ്ട് എന്നാണ് എൻ്റെ വിചാരം. എത്ര വഴക്കുണ്ടായാലും ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു വാൾപ്പയറ്റ് നടക്കില്ല. കരുണാകരനും AK ആൻ്റണിയും തമ്മിൽ നടക്കില്ല. കരുണാകരന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തിക്കൊണ്ടിരുന്നത് AK ആൻ്റണിയാണെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം കരുണാകരൻ മരിച്ചാൽ പിന്നെ ആൻ്റണിയുടെ പ്രസക്തി കുറഞ്ഞില്ലേ. കരുണാകരൻ ജീവിച്ചിരിക്കേണ്ടത് ആൻ്റണിയുടെ ആവശ്യമായിരുന്നു.
അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല എല്ലായിടത്തും രാഷ്ട്രീയത്തിൽ രണ്ടുപേരൊക്കെ കാണും എപ്പോഴും. അത് മലയാളിയുടെ മനസ്സുകൊണ്ട് അതിന് കുറച്ചുകൂടെ തീവ്രത നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ദോഷകരമായ കാര്യമൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടയ്ക്കുള്ള പരിഹാരങ്ങളെന്ന് പൂർണ്ണമായും ഒരിക്കലും അവസാനിപ്പിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിൽ ഇന്നുണ്ടാകുന്ന ഫയലുകളിൽ ഒരുപാട് ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ വരികയേ ആവശ്യമില്ലാത്തതാണ്. പഞ്ചായത്ത് തലത്തിൽ തീർക്കേണ്ട കാര്യത്തിന് നേരെ മുഖ്യമന്ത്രിക്ക് എഴുത്തെഴുതും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പഞ്ചായത്തിൽ പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്യല്ല, അത് പരിഗണിക്കാൻ പറഞ്ഞ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കും. അത് അവിടെ നിന്ന് പഞ്ചായത്ത് ഡയറക്ടർക്ക് പോയി, ജില്ലാ പഞ്ചായത്തിന് പോയി, ഇതെല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് വന്ന് അത് സെക്രട്ടേറിയറ്റിലെ ഫയൽ ക്ലോസ് ചെയ്താൽ പോലും ഒരാവശ്യവുമില്ലാതാണ് ഇങ്ങനത്തെ ഫയലുകൾ വരുന്നത്. മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഹർജി കിട്ടും. ഇത് ഓരോന്നും സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയി ഫയലാക്കുകയാണ്. എന്നാൽ അത് അവരുടെ മന്ത്രിമാരുടെ ആഫീസിൽ 10-30 പേര് കാര്യമായിട്ടൊരു പണിയില്ലാതിരിക്കുന്നുണ്ട്. ആ ആളുകളെ ഉപയോഗിച്ച് എങ്കിലും ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് സെക്രട്ടേറിയറ്റിൽ ആക്കേണ്ട ഫയലുകൾ മാത്രം, കടലാസുകൾ മാത്രം അവിടെ സൂക്ഷിച്ചാൽ പോലും സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കുറയും. പിന്നെ ഇപ്പോൾ വേറൊരു വലിയ സൗകര്യം സെക്രട്ടേറിയറ്റിൽ ചെയ്യാൻ കഴിയുന്നത്, ഈ ഗവേണൻസ് വന്നിരിക്കുന്നത് പ്രമാണിച്ച് ഇങ്ങനത്തെ എഴുത്തുകളുടെ ആവശ്യമില്ല. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ആവശ്യമാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഒരു എഴുത്തായിട്ട് സെക്രട്ടേറിയറ്റിൽ ഫയലാക്കുന്നത്? ചീഫ് എഞ്ചിനീയറുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നേരെ സെക്രട്ടറിയുടെ കമ്പ്യൂട്ടറിലേക്ക് പോയാൽ പോരെ. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ട് അത് കുറേയൊക്കെ സാധിക്കും. പക്ഷേ പൂർണ്ണമായിട്ട് ചുവപ്പ് നാടെന്നുള്ള പരാതിയൊന്നും പരിഹരിച്ച് കിട്ടില്ല. കാരണം നമ്മൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാറുണ്ടോ? ന്യൂ ഇയർ ഡിസിഷൻ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്താൽ അത് നടക്കണില്ല. ഒരു ദിവസം ഇന്ന് നമ്മൾ 3 എഴുത്ത് എഴുതണമെന്ന് വിചാരിച്ചാൽ 2 എഴുത്ത് കഴിഞ്ഞാൽ 3ാമത്തെ എഴുത്ത് പിറ്റേ ദിവസത്തേക്ക് പോകണം. ഇതൊക്കെ നമ്മുടെ മാനുഷികമായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായൊന്നും ചുവപ്പ് നാട് ഇല്ലാതെ ആവില്ല, പക്ഷെ കുറയ്ക്കാൻ സാധിക്കും, പ്രത്യേകിച്ചും ഈ ഗവേണൻസ് നിലവിൽ വന്ന സ്ഥിതിക്ക്. മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിലും ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഒരു ബലം എൻ്റെ മാതൃഭാഷയാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഹിന്ദി പഠിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിൽ ചെന്നാൽ ലിഫ്റ്റ് കയറാൻ നിൽക്കുമ്പോൾ നമ്മളൊരു സീനിയറൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ കയറാൻ നിൽക്കുന്ന 5-6 പേര് വേറെ കാണും. അവരാദ്യം സാറ് കയറിക്കോ എന്നുള്ള അർത്ഥത്തിൽ അവർ നമ്മളോട് പഹലെ ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ട് ആദ്യത്തെ ആപ്പ് തനിക്കിരിക്കട്ടെ എന്ന് പറയണമെന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ എന്താണ് സഹാവേ എന്ന് ചോദിച്ച് തോളത്ത് തട്ടാവുന്ന ആളുകളുള്ള ഈ നാട്ടിലിരുന്നത് തന്നെയാണ് എൻ്റെ സന്തോഷം. കേരളത്തിലായിരുന്നത് ഇതിലെനിക്ക് യാതൊരു പരാതിയുമില്ലെന്ന് മാത്രമല്ല, മറ്റേ എവിടെ കിട്ടുന്നതിനേക്കാളും ഇത് നന്നായി എന്നാണ് എൻ്റെ വിചാരം. രഹസ്യങ്ങൾ ഉണ്ടാകുന്നത് പുറത്തു പറയാൻ ഒക്കാത്തതുകൊണ്ടാണല്ലോ. കഥ ഇതുവരെ എന്നുള്ളതിൽ ഗിരിപർവ്വത്തിൽ പറയാത്ത പല രഹസ്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗിരിപർവ്വമാണ് ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിലെ ആദ്യത്തെ സർവീസ് സ്റ്റോറി. അന്ന് സർവീസ് സ്റ്റോറി എന്നൊരു പേര്, ഒരു സാഹിത്യശാഖയില്ല. അത് എൻ്റെ IAS ദിനങ്ങൾ എന്നുള്ള പുസ്തകം മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയപ്പോൾ അതിന് KC നാരായണൻ മാതൃഭൂമി ആഴ്ചപതിപ്പിന് കൊടുത്ത ഉപശീർഷകമാണ് സർവീസ് സ്റ്റോറി. അതാണ് പിന്നെ ഒരു ശാഖയുടെ പേരായി മാറിയത്. എന്നാൽ ആദ്യം അത്തരത്തിലൊരു പുസ്തകം എഴുതിയത് ഞാനാണ്. 1976 ഗിരിപർവ്വം. അതിനു മുമ്പ് എഴുതിയിട്ടില്ല എന്ന് ആളുകൾ പറയുന്നു. DC കഴക്കേമുറി പറഞ്ഞനുസരിച്ച് എഴുതിയതാണ്. അന്ന് ഞാൻ സർവീസിലിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ പല കാര്യങ്ങളും മറച്ചു വച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കഥ ഇതുവരെ എന്നുള്ളതിനകത്ത് വന്നപ്പോഴത്തേക്കും തുറന്ന് എഴുതിയിട്ടുമുണ്ട്. കാരണം അപ്പോഴത്തേക്കും ഞാൻ പെൻഷനായി, എനിക്ക് കോൺട്രാക്ട് റൂൾസൊന്നും ബാധകമല്ലാത്തത് കൊണ്ട് പറയാൻ കഴിയും. എന്നാൽ അവിടെയും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളില്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാത്തതിൻ്റെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മന്ത്രി കൈക്കൂലി വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നിയ ഒരു കേസിൽ ഞാൻ AK ആൻ്റണിയെ കണ്ട് അത് വെട്ടിയെന്ന്, അത് എഴുതി വയ്ക്കാൻ നോക്കുമോ?
അതൊക്കെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കലാമണ്ഡലത്തിലെ ഉൾപ്പോരുകൾ കുറച്ചൊക്കെ സൂചിപ്പിക്കാമെന്നല്ലാതെ അതൊന്നും വിശദമായിട്ട് എഴുതണ്ട. അതൊക്കെ രഹസ്യമാണോ എന്ന് ചോദിച്ചാൽ രഹസ്യത്തിൻ്റെ നിർവചനത്തെ ആശ്രയിച്ചിരിക്കും. രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളന്മാരല്ല, കള്ളന്മാരെല്ലാവരും രാഷ്ട്രീയക്കാരുമല്ല. കള്ളന്മാർക്ക് കള്ളന്മാരുടെ മാനസികാവസ്ഥ ഉണ്ടാവും. അത് IAS-ലായാലും ഉണ്ടാവും, രാഷ്ട്രീയത്തിലായാലും ഉണ്ടാവും, ഡോക്ടറായാലും ഉണ്ടാവും. എനിക്കറിയാവുന്ന 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കാഞ്ഞിരപ്പള്ളി ഭാഗത്തെ ഒരു പ്രമുഖനായ തൊഴിലുടമ, തോട്ട ഉടമ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തു എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷീണമാണ്. അവൻ്റെ പേരൊന്നും ഞാൻ പറയില്ല. ഇദ്ദേഹം ഒരു കൂട്ടുകാരൻ വഴി, ഇടനിലക്കാരൻ വഴി കോട്ടയത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്ന പിണറായി വിജയന് 25 ലക്ഷം രൂപ കൊടുത്തു. പിണറായി ആ തുക കൈകൊണ്ട് വാങ്ങിക്കരുത്, ഇതിങ്ങനെ മേശപ്പുറത്ത് വെച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു SPG പോലെ ഉണ്ടല്ലോ ഈ മാർക്സിസ്റ്റുകാർക്കൊക്കെ, അവരോട് ആ തോമസിനെ കൂടെ വിളിക്കുന്നത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടെ കോട്ടയത്തെ സെക്രട്ടറിയുടെ പേര് തോമസ്, KJ തോമസ് മറ്റായിരുന്നു. നേരെ പൈസ കൊടുത്തു. അങ്ങനെ പൈസ കൊടുക്കാൻ പോയപ്പോൾ ഈ തോട്ടം മുതലാളി പറഞ്ഞു ഇത്രയും രൂപയുണ്ടെന്നേ. അപ്പോൾ ഈ പിണറായിയുടെ എല്ലാ കാർട്ടൂൺ വരയ്ക്കുന്ന ആളുകളുടെയും ഫലിതം പറയുന്ന ആളുകളുടെയും പ്രശസ്തമായ പ്രസ്താവന ഇതയുടെ മറ്റൊരു രൂപമാണ് അന്നേരം കേട്ടത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന്. എല്ലാ രാഷ്ട്രീയക്കാരും കള്ളന്മാരാണോ? PM സുധീരന് കൈക്കൂലി കൊടുത്ത് വല്ലതും കാര്യം സാധിക്കുമോ? ഉമ്മൻചാണ്ടി കൊടുത്താൽ സാധിക്കുമോ? ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉള്ള ആളുകൾ കൈക്കൂലിക്കാരാണെങ്കിലും ഉമ്മൻചാണ്ടി കൈക്കൂലി വാങ്ങിച്ചെന്നാലും ഇതുവരെ പറഞ്ഞിട്ടില്ല. AK ആന്റണി കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. തന്നെ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണെന്നൊന്നും പറയണ്ട. ഉള്ള കള്ളന്മാർ രാഷ്ട്രീയക്കാരെ എല്ലാം ചീത്തപ്പേര് കേൾപ്പിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ വിചാരം എല്ലാ രാഷ്ട്രീയക്കാരുടെ കയ്യിലും നോട്ടെണ്ണുന്ന യന്ത്രം ഉണ്ടെന്നാണ്. സർവീസിൽ എൻ്റെ മാതൃക 76 മുതൽ 80 വരെ ചീഫ് സെക്രട്ടറി ആയിരുന്ന G. ഭാസ്കരൻ നായർ ആയിരുന്നു. എഴുത്തിൽ എൻ്റെ മാതൃകയായി ഞാൻ കരുതുന്നത് AP ഉദയഭാനുവാണ്. അദ്ദേഹത്തിൻ്റെ രമ്യോപന്യാസങ്ങളുടെ ശൈലിയാണ് എൻ്റെ ലേഖനങ്ങൾ വരുന്നത്. അദ്ദേഹത്തോളം ഉള്ള ഒരു അംഗീകാരയോഗ്യതയൊന്നും എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ പക്ഷേ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ, ഏറ്റവും ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി അച്യുതാനന്ദൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ PS ശ്രീനിവാസനും MN ഗോവിന്ദൻ നായരുമാണ്. CPIയിൽപ്പെട്ടവരാണ് രണ്ടുപേരും. അതുപോലെ RSPയിലെ ബേബി ജോൺ, അങ്ങനെ പലരെക്കുറിച്ചും പറയാൻ കഴിയും. പക്ഷേ രാഷ്ട്രീയത്തിൽ എനിക്കൊരു റോൾ മോഡലിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം എനിക്ക് രാഷ്ട്രീയമില്ല. സിവിൽ സർവീസിൽ ഭാസ്കരൻ നായർ സാറാണ് റോൾ മോഡൽ. എൻ്റെ എഴുത്തുകളിൽ എനിക്ക് റോൾ മോഡൽ ഉദയഭാനു, AP ഉദയഭാനുവാണ്. പിന്നെ എൻ്റെ വേദശബ്ദരത്നാകരം തുടങ്ങിയ സംഗതികൾക്കൊന്നും മോഡലില്ല. അതിൻ്റെ മോഡൽ സായിപ്പാണ്. മക്കൻസി മാത്രമേ ഒരാൾ ഒറ്റയ്ക്ക് അത് എഴുതിയിട്ടുള്ളൂ. അതിന് കേരളത്തിലൊരു റോൾ മോഡൽ പറയാനില്ല. അതാണ് റോൾ മോഡൽ. പിന്നെ ഞാനൊരു അഹങ്കാരി ആയതുകൊണ്ട് എനിക്ക് റോൾ മോഡലൊക്കെ അംഗീകരിക്കാനും വലിയ വിഷമമാണ്. ഞാൻ തന്നെ എനിക്കൊരു മോഡലാന്നുള്ള മട്ടിൽ ആണ് എൻ്റെ ഒരു നടപ്പേ. നമുക്ക് മിക്കവർക്കും അത് ഉണ്ടായിരിക്കും. എനിക്ക് സ്വല്പം അഹങ്കാരം കൂടുതലാണ്. അത് കൗശലം എന്നുള്ള വാക്കിൻ്റെ നിർവചനത്തെ ആശ്രയിച്ചിരിക്കും. കൗശലം എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. കുശലത ഉള്ള ആൾക്ക് ഉള്ള ആ സിദ്ധിയെ കൗശലം എന്ന് പറയാം. അതേസമയത്ത് കുറുക്കൻ വേറൊരു മൃഗത്തെ പറ്റിക്കുന്ന കഥ നമ്മൾ പറയുമ്പോഴും കുറുക്കച്ചൻ്റെ കൗശലം എന്നാണ് പറയുന്നത്. ആ രണ്ടാമത്തെ അർത്ഥത്തിൽ ആരാണ് കൗശലക്കാരൻ എന്ന് എന്നോട് ചോദിക്കരുത്. ആദ്യത്തെ അർത്ഥത്തിൽ ചോദിച്ചാലുള്ള പല ആളുകളുടെയും പേര് പറഞ്ഞു. പിന്നെ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ഇടനിലയിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ആളെന്ന് ചോദിച്ചാൽ ഏറ്റവും ഒടുവിൽ കേരളം കണ്ട അത് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അത് തെറ്റായ അർത്ഥത്തിൽ പറയല്ല, ആരെയും പറ്റിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയല്ല, സാമർഥ്യം എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ 3 വാക്കുകൾ യോഗ കർമ്മസു കൗശലം. കർമ്മകുശലതയാണ് യോഗമെന്നൊക്കെ ഉപരിപ്ലവമായിട്ട് പറയും. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമ്മളുടെ കർമ്മത്തിൽ അതിൻ്റെ കർത്തൃത്വത്തിലോ ഭോക്തൃത്വത്തിലോ നമുക്ക് കാര്യമില്ല.
ദൈവം നമ്മെ കൊണ്ടൊരു കാര്യം ചെയ്യുന്നു, അതിനകത്തുള്ള സാമർഥ്യം എന്നൊക്കെയാണ് എൻ്റെ തത്വം. അവിടെ വാക്ക് കൗശലം എന്നല്ലേ, ആ അർത്ഥത്തിൽ ബ്രോഡായിട്ടുള്ള വളരെ നല്ല അർത്ഥത്തിൽ ആണ് ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടി യോഗ കർമ്മസു കൗശലം പാലിക്കുന്ന ആളാണ്. ബേബി ജോണായിരുന്നു, എം.എൻ. ഗോവിന്ദൻ നായരായിരുന്നു. അങ്ങനെ അതുകൊണ്ട് കൗശലം എന്നുള്ള വാക്കിന് നമ്മൾ എന്ത് നിർവചനം കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഉത്തരം പറയേണ്ടത്. തട്ടിപ്പുകാരെന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വേറെ പേരുകൾ പറയാൻ ഉണ്ട്, പക്ഷേ അത് ഞാൻ പറയില്ല. ഏത് മാധ്യമം ഊതി വീർപ്പിച്ചിട്ടാണ് EMSും അച്യുതമേനോനും TV തോമസും M.N. ഗോവിന്ദൻ നായരും ഒക്കെ നേതാക്കന്മാരായത്? ഒരു മാധ്യമം ഇത്രയും പിടിച്ചു കെട്ടാൻ കഴിയാത്ത യാഗാശ്വങ്ങളായിട്ട് പോയവരാണ് അവരൊക്കെ. അതുകൊണ്ട് പണ്ടുള്ളവരെ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച് നിർത്തി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇപ്പോഴത്തെ ആളുകളെ മാധ്യമങ്ങൾ സംഹരിക്കുന്നു എന്ന് പറയുന്നതിനകത്തും അർത്ഥമില്ല. ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ചർച്ചയാകുന്നത് മാധ്യമങ്ങളുടെ ഒരു സ്വാധീനത വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പഴയ കാലത്തെ പോലെയല്ല, പണ്ട് പറയാത്ത കാര്യങ്ങളൊക്കെ പത്രത്തിൽ പറയും. അമേരിക്കയിലെ മാധ്യമങ്ങളല്ലേ തുടങ്ങിയത്. പ്രൈവറ്റ് ലൈഫ്, ദി പ്രൈവറ്റ് ലൈഫ് ഓഫ് എ പബ്ലിക് പേഴ്സൺ ഈസ് എ മാറ്റർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിലെ ഒരു പ്രസിഡൻറ്റ് ഭാര്യയല്ലാത്തൊരു സ്ത്രീയെ കണ്ടു നോക്കി എന്ന് പറഞ്ഞാൽ ഉടനെ വാർത്തയായി. അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വവർഗാനുരാഗിയാണെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അതൊരു വാർത്തയായി. അതൊക്കെ അയാളുടെ സ്വകാര്യ ജീവിതമാണെന്ന് പറഞ്ഞു വെക്കുമായിരുന്ന ഒരു വിക്ടോറിയൻ യുഗത്തിലോ അല്ലെങ്കിൽ ഒരു 1970 വരെയൊക്കെയുള്ള കാലത്തോ ഉണ്ടായിരുന്ന ആശയങ്ങളല്ല അത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടുതൽ വിചാരണ ചെയ്യുന്നുണ്ടാകാം, രാഷ്ട്രീയക്കാർ കൂടുതൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ടാകാം. പക്ഷേ സൂക്ഷിച്ചും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി വ്യക്തിപരമായി കൈക്കൂലി വാങ്ങിക്കുന്ന ആരും പറയുന്നില്ലോ. ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അദ്ദേഹം പേഴ്സണലായിട്ട് കൈക്കൂലി വാങ്ങിച്ചെന്ന് ആരും പറയുന്നില്ല. AK ആൻ്റണിയെക്കുറിച്ച് ആരെങ്കിലും പറയുമോ? സുധീറിനെക്കുറിച്ച് പറയുമോ? VS അച്യുതാനന്ദനെക്കുറിച്ച് പറയില്ലല്ലോ. VSനെക്കുറിച്ച് ആരോപണം ഉണ്ടാകും, മകനെ സ്നേഹിച്ചെന്നോ ധൃതരാഷ്ട്രരാണെന്നോ ഒക്കെ പറയുമായിരിക്കും. VS അച്യുതാനന്ദൻ കൈക്കൂലി വാങ്ങിച്ചു എന്നാരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാക്കുന്നു എന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾ കൂടുതൽ വിചാരണ ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായി സത്യസന്ധരായ രാഷ്ട്രീയക്കാർ സത്യസന്ധരായി തന്നെ ജനഹൃദയങ്ങളിൽ അവശേഷിക്കും. കരയുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഞാൻ കുട്ടിയായിരുന്ന കാലത്തൊക്കെ തൊട്ടാവാടിയാണെന്നും മനസ്സുറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കടിഞ്ഞു പൊട്ടണമെന്ന് പറയും. ഞാനും അനിയനും, ഞാനാണല്ലോ മൂത്തത്. അപ്പോൾ അവൻ നല്ല കരളുറപ്പുള്ള ആളും, അവനൊരു സർദാർ പട്ടേലും, ഞാൻ ഒരു പാവവും. അങ്ങനെ കൊച്ചായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ യോഗ കർമ്മസു കൗശലം എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലിനും പ്രസക്തിയില്ല, അഹങ്കാരത്തിന് പ്രസക്തിയില്ല. ഞാൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ചിരിക്കുകയല്ലോ, ഞാൻ ചിരിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെയല്ല ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയണമെന്നൊന്നും തോന്നാറില്ല. യുക്തിവാദികൾ മാത്രമല്ല, തീക്ഷ്ണമായ ആത്മീയതയുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പോലും സമ്മതിക്കാനിടയില്ലാത്ത ഒരു സംഗതിയാണ് ദുരാത്മാക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാൻ വേണ്ടി എനിക്ക് ആചാര്യസ്ഥാനീയനായ ആൾ പറഞ്ഞു തന്ന ചില പ്രാർത്ഥനകൾ ഞാൻ ചൊല്ലുമ്പോൾ അതിൻ്റെ ആക്രമണത്തിൻ്റെ രൂക്ഷത കുറയാറുണ്ട്. പക്ഷേ ഇതൊന്നും യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും തെളിയിക്കാൻ കഴിയുന്ന കാര്യമല്ല. യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നു. അങ്ങനെ ആത്മാവില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാനാണ്. ഞാൻ തർക്കിക്കാനൊന്നുമില്ല. ഇത് ഒരു അനുഭവം പറയുമ്പോൾ എന്താ തർക്കിക്കുക? അപ്പോൾ ചിലപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മുറിയിൽ, ഞാൻ കിടക്കുന്ന മുറിയിൽ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു. ആ മുല്ലപ്പൂവിൻ്റെ മണം പലർക്ക് പലതരത്തിലാകാൻ അനുഭവിക്കുന്നത്. പാലപ്പൂവിൻ്റെ മണം വന്നാൽ യക്ഷിയാന്ന് പറയുമല്ലോ. എനിക്കെന്തുകൊണ്ടോ ഈ മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോൾ ഒരിക്കലും മുല്ലപ്പൂ ചൂടിയിട്ടില്ലാത്ത അമ്മയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മ എൻ്റെ
സൗഖ്യം അന്വേഷിക്കുന്നു, എൻ്റെ അമ്മ ഞാൻ സുഖമായി ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നിരിക്കുന്നു എന്നൊരു ചിന്തയാണ് എൻ്റെ സിക്സ് സെൻസിൽ വരുന്നത്. എൻ്റെ അമ്മ രാമായണത്തിൽ കൗസല്യ രാമന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എനിക്ക് വേണ്ടി ചൊല്ലിയ ആളാണ് എൻ്റെ അമ്മ. മകനാശു നടക്കുന്ന നേരവും എന്ന് തുടങ്ങുന്ന ആ 4 വരികൾ എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ആവർത്തിച്ചിരുന്നതാണ് എൻ്റെ അമ്മ. ഞാനിപ്പോഴും എൻ്റെ ഡയറിയിൽ അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അതാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു സിക്സ് സെൻസാണ്. വേദശബ്ദ രത്നാകരം, എൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് ഉടനെ എഴുതി തുടങ്ങണമെന്ന് പറഞ്ഞു. മലയാളത്തിൽ ഇങ്ങനൊരു പുസ്തകം ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം അതിന് മുമ്പ് ഇല്ലയെന്നും കണ്ടുപിടിച്ചു. പക്ഷേ അത് എൻ്റെ ഉപബോധ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്ന ഓർമ്മകളാണെന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രീയമായി തർക്കിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് മാറുകയല്ല. തർക്കിക്കാനൊന്നും ഞാനില്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ ഇങ്ങനെയുള്ള ചില സംഗതികൾ കൂടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനെ സിക്സ്ത് സെൻസ് എന്ന് വിളിക്കണോ മറ്റെന്തെങ്കിലും വിളിക്കണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിപ്പോൾ രോഗശാന്തിയുടെ കാര്യം പറയുന്നത് പോലെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്മേറ്റ് ഒരാൾ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പോലുമല്ല, വലിയ സൂക്കേട് ആണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ബാബു, തൻ്റെ ദൈവത്തിന് ഭയങ്കര പവറാണ് കേട്ടോ, എൻ്റെ അസുഖമൊക്കെ കുറഞ്ഞു. ഭംഗി പറഞ്ഞതാണോ പൂർണ്ണമായിട്ട് അസുഖം മാറിയതാണോ ഇതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ വിവരം ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞാൻ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ നിനക്ക് ഈ സൂക്കേട് ഒരു 6 മാസത്തിനപ്പുറത്തേക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതിനകത്ത് നേരെയാവുമെന്ന് പറഞ്ഞു. അത് നടന്നു. അതപ്പോൾ യാദൃച്ഛികമായിട്ട് സംഭവിച്ചായിരിക്കും. എൻ്റെ സിക്സ് സെൻസ് ആണെന്നോ എൻ്റെ കഴിവാണെന്നോ അല്ല, ദൈവം അത് ചെയ്യാൻ പോകുന്നു എന്നൊരു സിക്സ് സെൻസ് എനിക്ക് കിട്ടിയതായിരിക്കാം. അതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ല. ലോകം അറിയാത്ത താല്പര്യങ്ങൾ കൊണ്ടു നടക്കാൻ ആവശ്യം ആയ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരാളാണല്ലോ ഞാൻ. എൻ്റെ പരിമിതികളെക്കുറിച്ച് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, റോഡരികിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാനെന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറലോകം അറിയാത്ത താല്പര്യങ്ങളുണ്ടാവാൻ ഇന്നല്ലെങ്കിൽ നാളെ അറിയും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു കറസ്പോണ്ടൻ്റ് എന്നോട്, സാർ ഞാൻ അതിലൊന്നും വരുന്നുണ്ട്, സാറ് കാക്കയ്ക്ക് തീറ്റി കൊടുക്കുന്നത് കാണാൻ. ഞാൻ എൻ്റെ വീടിന് ചുറ്റും ഈ വൈക്കോലിലുണ്ടാക്കിയ കിളിക്കൂടുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തെന വെച്ച് കൊടുക്കും. ആ തെന തിന്നാനായിട്ട് പക്ഷികൾ വരും. 3 ദിവസം ആകുമ്പോഴത്തേക്ക് അത് തീരും. പിന്നെ വീണ്ടും വെച്ച് കൊടുക്കണം. ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടു തുടങ്ങുന്നതിന് മുമ്പേ ചോറ് അതിനുവേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലൊഴിച്ച് ബലിയിടുന്നത് പോലെ പരിപ്പ് കറി ഒഴിച്ച് കൃത്യമായ സ്ഥലത്ത് വയ്ക്കും. സന്ധ്യയ്ക്ക് ചേക്ക് കയറുന്നതിന് മുമ്പ് അത് കാക്കകൾ തിന്ന് തീർത്തിരിക്കും. രാത്രി അത്താഴം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1/2 ചപ്പാത്തിയും എന്തെങ്കിലും കറിയും കൂടെ എടുത്ത് മാറ്റി വെച്ചിരിക്കും. അത് എൻ്റെ രാത്രി സെക്യൂരിറ്റിക്കാരനെ ഏൽപ്പിക്കും. അയാൾ പറയും 11:30ക്കും 12നും ഇടയ്ക്ക് ഒരു പൂച്ച കൃത്യമായിട്ട് വരും. എല്ലാ ദിവസവും ഒരു പൂച്ച, 2-3 പൂച്ചകളുണ്ട്. ചില ദിവസം ഒന്നിലധികം പേര് വരും, ചില ദിവസം ഒരാൾ വരും. ഏതായാലും എവിടെ നിന്നോ വരുന്ന പൂച്ചകൾ ഇത് കഴിക്കുന്നു, പോകുന്നു. ഇത് ഞാൻ എവിടെയോ സംസാരത്തിലാണോ പ്രസംഗത്തിലാണോ എവിടെയോ പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് തിരുവനന്തപുരത്തെ ഒരു പത്രപ്രവർത്തകയായ പെൺകുട്ടി എന്നോട് പറഞ്ഞു, സാർ ഞാൻ അവിടെ വരുന്നുണ്ട്, സാറ് കാക്കയ്ക്ക് തീറ്റി കൊടുക്കുന്നുണ്ട് പടം എടുക്കാൻ. അത് ആ കുട്ടിയുടെ ലേഖനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെയാണ് സ്വകാര്യത? അതുകൊണ്ട് എനിക്ക് സ്വകാര്യത ഇല്ല എന്നുള്ളതാണ് സത്യം. വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ അംശങ്ങളും വെളിപ്പെടുത്തിയതല്ലേ. പണ്ട് പ്രണയിച്ച കഥ പോലും DC ബുക്സ് പുസ്തകമാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രസിദ്ധരുടെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പുസ്തകമുണ്ട്, എൻ്റെ പ്രണയം എന്ന് കണ്ടും പറഞ്ഞു. അതിനകത്ത് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് രഹസ്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിചാരം. ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു കാര്യം അങ്ങനെ വെളിപ്പെടുത്താൻ ഇത് ഒരു കുമ്പസാര കൂടൊന്നും അല്ലല്ലോ. ഞാൻ എൻ്റെ അന്ത്യ സന്ദേശം എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഭാഗത്ത് വേണ്ടി വന്നാൽ ഉപയോഗിക്കാനായിട്ടൊരു പ്രസംഗം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എൻ്റെ തലവട്ടം കണ്ടാൽ ഇനി വകുപ്പോൾ സാർ 2 വാക്ക് പറയുമെന്ന് ആളുകൾ പറയും. അത് യോഗത്തിൻ്റെ സംഘാടകരാകാം, അച്ഛന്മാരോ പള്ളി കണ്ട അങ്ങനെ പറയാം. പിന്നെ ഞാനാണ് മരിച്ചു കിടക്കുന്നതെന്ന് ഓർക്കാതെ ഈ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഒരു വൈദികൻ ഇനി വകുപ്പോൾ സാർ 2 വാക്ക് പറയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇളിഭ്യനായി എന്ന് ബാക്കിയുള്ളവർ തോന്നാതിരിക്കാൻ വേണ്ടി അന്നേരം ഇത് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കൊരു പരിഭവവുമില്ല, എനിക്കൊരു പരാതിയുമില്ല, എന്നോട് നന്മ ചെയ്ത ആളുകളെ ഞാൻ മറന്നിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളെ ഞാൻ ഓർത്തു വയ്ക്കുന്നുമില്ല, എനിക്ക് ലഭിച്ചിട്ടുള്ള തിക്താനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ സന്തോഷത്തോടുകൂടെ ഈ ലോകത്തോട് വിട പറയുന്നു. ഓരോ ദിവസവും ഇന്ന് രാത്രി എൻ്റെ ജീവിതം അവസാനിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുന്നു. കിടന്ന് മരിക്കാതെ മരിച്ച് കിടക്കണം എന്നൊരു മോഹം മാത്രമാണ് എനിക്ക് ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളത്.